സൈനിക ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ഫയർ ആൻഡ് സർവീസിൻ്റെ ഉദ്യോഗസ്ഥരോടും ഹിറ്റാച്ചി ഉപയോഗിക്കുന്ന പ്രവർത്തകരോടുമൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹം ഇവിടെ എത്തി എന്താണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. സൈനിക വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ഉള്ളതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ പരിപൂർണ സംരക്ഷണയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മോഹൻലാലിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേരളം ആരാധിക്കുന്ന ഒരു നടൻ ഈ ദുരന്ത ഭൂമിയിൽ എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറെ ആശ്വാസകരവുമാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഈ ദുരന്തം ബാധിതരായിട്ടുള്ള മനുഷ്യരോട് അദ്ദേഹം നേരിട്ട് സംവദിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫയർ ആൻഡ് സർവീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. Many sirs come here to motivate you. Thank you. And you tell us now the fulcrum of all the operations. You are doing what you are doing now, recovering whatever body is there. There is a good effort which is required. Humanly it is not possible for how much one is all your effort. So this look towards your back. Slush has come to the wells have become a proper quicksand area. Feet inside will just go inside. There are some wells inside also. Wherever the house has been a well, so we have been told to be very careful with the wells. So this entire so the river used to actually go further down towards that side and then turn. സ്മൃതി, അദ്ദേഹം ഈ സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ഈ ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ദുരന്തം ഈ പറയുന്ന പോലെ ഒരു ഭീതി വിധിച്ചത്, വലിയ തോതിലുള്ളൊരു അപകടം ആണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് സൈനിക ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്കുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് അതിൻ്റെ ഒരു മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആയിട്ടാണ് മേപ്പാടിയിലെത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കയിൽ എത്തിയിരിക്കുകയാണ്. മുണ്ടക്കയിൽ സൈനിക സംഘം അദ്ദേഹത്തിനോട് തിരച്ചിൽ രീതികൾ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സും ഉണ്ട് അവിടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരത്തെ മോഹൻലാൽ 25 ലക്ഷം രൂപ സഹായം നൽകിയിരുന്നു. സഹായഹസ്തം വയനാടിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ ഉറപ്പായിട്ടും അദ്ദേഹം ക്യാമ്പുകളിൽ എത്തുമെന്ന് തന്നെ കരുതണം. ഫയർഫോഴ്സ് സംഘം അദ്ദേഹത്തിനൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നതാണ് കാണുന്നത്. സജീവമായി തിരച്ചിൽ മുഴുവൻ സമയ തിരച്ചിലുണ്ടാവും. ये आप लोगों ने अभी पूरा दिल से काम करना है और आपको यकीन करना है हमारा पूरा जमाना आपके साथ है. തിരച്ചിൽ സംഘത്തിനും അതൊരു ഊർജ്ജമാണ് മോഹൻലാൽ അവിടെ എത്തുമ്പോൾ. മേപ്പാടിയിലാണ് നേരത്തെ അദ്ദേഹം എത്തിയിരുന്നത്. അർജുൻ പറഞ്ഞോളൂ, ഇനി ഈ മുണ്ടക്കയിൽ തിരച്ചിലിൻ്റെ രീതികളൊക്കെയാണ് സൈന്യം അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുത്തിരുന്നത്. അതിനുശേഷം മോഹൻലാൽ സ്വാഭാവികമായും ക്യാമ്പുകളിലേക്ക് പോകുമായിരിക്കും അല്ലേ? അവിടെ നിന്നൊരു പ്രതികരണത്തിന് അദ്ദേഹം ഇല്ല. അദ്ദേഹം ഉള്ള ചൂരൽമലയുടെ അവിടെ ബെയിലി പാലത്തിന് സമീപത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും ഒരു പ്രതികരണമില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഈ ദുരന്ത മേഖലയിൽ സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നു. താഴെ ബെയിലി പാലത്തിന് സമീപത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മേജർ രവിയും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഈ ദുരന്തബാധിത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇനി പുഞ്ചിരിവട്ടത്തേക്ക് പോകും എന്നുള്ള കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിന് മുൻപായി ഒരുപക്ഷെ മുണ്ടക്കൈ പള്ളിയുടെ സമീപത്തും അദ്ദേഹം ഒരുപക്ഷെ അവിടെ ഈ ദുരിതബാധിത മേഖലയിൽ സന്ദർശനം നടത്താനും സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ പുഞ്ചിരിവട്ടത്തേക്ക് പോകുക
എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ ദുരിതബാധിത മേഖലയിലേക്ക് എത്തുന്നത് രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഏറെ ആശ്വാസകരമാണ്. അദ്ദേഹം തന്നെ അവരോട് സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഈ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്നുള്ള കാര്യം മോഹൻലാൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരോടും ഫയർ ആൻഡ് സർവീസിൻ്റെ ജീവനക്കാരോടും സൈനിക ഉദ്യോഗസ്ഥരോടുമെല്ലാം അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് നിന്നും മടങ്ങുന്നത്. അല്പസമയങ്ങൾക്കകം അദ്ദേഹം മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തുള്ള ദുരിതബാധിത മേഖലയിലേക്ക് എത്തുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും പുഞ്ചിരിമട്ടത്തേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് തോന്നുന്നത്. അർജുൻ കല്യാട് മോഹൻലാലിനൊപ്പം തന്നെയുണ്ട്, ഉറപ്പായും ഒപ്പമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഈ സേവനം നടത്തുന്ന അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് വലിയ ഊർജം തന്നെയാണ്. അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, പോലീസുകാർ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി മുഴുവൻ പേരുമുണ്ട്. അവരെ ഓരോ വ്യക്തിയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് നേരത്തെ മോഹൻലാൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുണ്ടക്കൈയിൽ സന്ദർശനം അദ്ദേഹം പൂർത്തിയാക്കി. അവിടെ നിന്നും പുഞ്ചിരിമട്ടത്തേക്കും പോകുന്നുണ്ട്. ബെയിലി പാലത്തിനടുത്ത് വെച്ചായിരിക്കും മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കുക. ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാലായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. സൈനിക വേഷത്തിൽ തന്നെയാണ്. നേരത്തെ മേപ്പാടിയിലെത്തിയ അദ്ദേഹത്തിന് അവിടെ സ്വീകരണം ലഭിച്ചു, സൈന്യം സ്വീകരണം നൽകി. അതിനുശേഷമാണ് ഉരുൾപൊട്ടൽ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന മുണ്ടക്കൈയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്.